اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സ്നേഹം നിറഞ്ഞ ദിനീ വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ നന്മയും കർമ്മമൊക്കെ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപക്ഷെ 1ാം ക്ലാസ്സിലോ അതിനു മുമ്പോ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. 112-ാമത്തെ അധ്യായം. വെറും 4 ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് അതിൻ്റെ ഏതാനും ചില പ്രത്യേകതകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് അറിയാം. ഒരുപക്ഷെ നമ്മളത് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഈ സൂറത്ത് അത് ഖുർആനിന്റെ 3/1 തുല്യമാണ് എന്ന് പറഞ്ഞു. എന്ത് ഈ 3/1 തുല്യമാണ് എന്ന് പറയാൻ കാരണം, വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. വിശുദ്ധ ഖുർആനിനെ നമുക്ക് 3 പാർട്ടുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ പ്രധാനമായിട്ടും ഒന്ന് സംസാരിക്കുന്നത് തൗഹീദാണ്. വിശുദ്ധ ഖുർആൻ